ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും BSc ബേസിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് ആവശ്യമായിട്ടുള്ള പിന്നെ എന്താണ് ഇംഗ്ലീഷ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അൺഅക്കാഡമിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്ന BV എന്ന എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. കൂടാതെ എൻ്റെ കോഴ്സുകൾ എൻറോൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ ലെസൺസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് അവസാനം വരെ കാണുക. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പൂന പാക്ട് എയിംഡ് അറ്റ്. The Pune Pact aimed at option A Hindu-Muslim unity, B representation of lower caste, C privileges of the prices, D review of the working of diarchy. ആൻസർ എന്താണ്? റെപ്രസെൻറ്റേഷൻ ഓഫ് ലോവർ കാസ്റ്റ് ആണ്. അതായത് പൂന പാക്ട് എയിം ചെയ്യുന്നത് എന്താണ്? ഇത് ആദ്യമായിട്ട് ഇത് സൈൻ ചെയ്തത്, പൂന പാക്ട് സൈൻ ചെയ്തത് 24 സെപ്റ്റംബർ 1932 അതായത് 1932 സെപ്റ്റംബർ 24 പൂന പാക്ട് സൈൻ ചെയ്തത്, ഒപ്പുവെച്ചത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? റെപ്രസെൻറ്റേഷൻ ഓഫ് ലോവർ കാസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ പ്രധാന കാര്യം. അതെന്താണെന്ന് പറയാം. അതായത് ഇത് സൈൻ ചെയ്തത് പൂനെയിലെ എർവാഡ ജയിലിൽ വെച്ചാണ്. നമ്മുടെ ഗാന്ധിജിയും BR അംബേദ്കറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആയിരുന്നു പൂന പാക്ട്. എന്നാണ് സൈൻ ചെയ്തത്? 24 സെപ്റ്റംബർ 1932 ഇതിൽ സൈൻ ചെയ്തത് മദൻ മോഹൻ മാളവ്യയും BR അംബേദ്കറുമാണ്. ഏതില്? നമ്മുടെ പൂന പാക്ട് സൈൻ ചെയ്തത് BR അംബേദ്കറും മദൻ മോഹൻ മാളവ്യയാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് പൂന പാക്ട് നടപ്പിലാക്കിയത് എന്ന് അറിഞ്ഞിരിക്കണം. അതായത് പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന റംസെ മക്ഡൊണാൾഡ് എന്ത് ചെയ്തു? ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഒരു കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു. അതായത് ഡിപ്രസ്ഡ് ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് പ്രഖ്യാപിച്ച, ഹരിജനങ്ങൾക്ക് ഒരു കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു. ഇതെന്ത്? നമ്മുടെ ഗാന്ധിജിക്കൊരു ഷെയിം ഫീൽ ചെയ്തു. കാരണം എന്താണ്? അങ്ങനെ ഒരു ഹരിജനങ്ങളെ ഇകഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കമ്മ്യൂണൽ അവാർഡ് എന്നൊരു അഭിപ്രായം ആർക്ക് വന്നു? മഹാത്മാഗാന്ധിക്ക് വന്നു. ഇതിൻ്റെ പേരിൽ ഗാന്ധിജി എർവാദ ജയിലിൽ വെച്ചിട്ട് ഒരു മരണം വരെ ഒരു ഹങ്കർ സ്ട്രൈക്ക്, വിശപ്പ് സമരം നടത്താൻ തീരുമാനിച്ചു. വിശപ്പ് സമരം എന്ന് പറയുമ്പോൾ എന്താണ്? നിരാഹാര സമരം പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഒരു പാക്റ്റ് ആണ് പൂന പാക്ട് എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 24 സെപ്റ്റംബർ 1932 എർവാദ ജയിലിൽ വെച്ചാണ് ഇത് സൈൻ ചെയ്തത്. ഇത് ആരൊക്കെ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഗാന്ധിജിയും BR അംബേദ്കറും തമ്മിലുള്ള ഉടമ്പടിയാണ്. ഈ സമയത്തെ വൈസ്രോയി ആയിരുന്നത് ലോർഡ് വില്ലിംഗ്ടൺ ആണ്. ഓക്കെ, ലോർഡ് വില്ലിംഗ്ടൺ ആയിരുന്നു ഈ സമയത്തെ വൈസ്രോയി. ഇതെല്ലാം PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പോയിന്റ്സ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നാഷണൽ ഫിലിം ആർച്ചീവ് ഓഫ് ഇന്ത്യ NFAI ഹാസ് റീജിയണൽ സെന്റേഴ്സ് അറ്റ് കൊൽക്കത്ത, ബാംഗ്ലൂർ ആൻഡ് ഡാസ്. ഓപ്ഷൻ A തിരുവനന്തപുരം, B ചെന്നൈ, C പൂനെ, D മുംബൈ. ആൻസർ തിരുവനന്തപുരം ആണ്. നാഷണൽ ഫിലിം ആർച്ചീവ് ഓഫ് ഇന്ത്യക്ക് 3 റീജിയണൽ സെന്റർ ആണ് ഉള്ളത്: കൊൽക്കത്ത, ബാംഗ്ലൂർ, തിരുവനന്തപുരം. നെക്സ്റ്റ്, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫോം ചെയ്തത് 1964 പൂനെ കേന്ദ്രമാക്കിയാണ്. പൂനെയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നാഷണൽ ഫിലിം ആർക്കീവ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ അത് പൂനെയാണ്. ഇനി കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റെഗുലേറ്റർ ഓഫ് ദ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ? അതായത് ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ റെഗുലേറ്റർ എന്നറിയപ്പെടുന്നത് സെബി ആണ്. എന്താണ്? സെബി ആണ്. ഈ സെബി ഫോം ചെയ്തത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സെബി ഫോം ചെയ്തത് 1998 ഓക്കെ, സെബി ഫോം ചെയ്തത് എന്നാണ്? 1998. ഇനി സെബിക്ക് പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്.
ഇതിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അജയ് ത്യാഗിയാണ്. അത് ചോദിച്ചിട്ടുണ്ട്. സെബിയുടെ കറണ്ട് ആരാണ്, ഇൻകുംബന്റ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് അജയ് ത്യാഗിയാണ്. ഇത് മറക്കരുത്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ എസ് എ ദേവാണ്. അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും പഠിച്ചു വെച്ചേക്കണം. എസ് എ ദേവാണ് സെബിയുടെ ഫസ്റ്റ് ചെയർമാൻ. ഇനി ദ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ കേരള ചോദിച്ചാൽ അത് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഈ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1978 ഇതും സെബിയുടെ കൺട്രോളിലുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് എക്കണോമിക് റിപ്പോർട്ട് ഈസ് പബ്ലിഷ്ഡ് ബൈ. ലോക സാമ്പത്തിക റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നത് IMF ആണ്. ഇതിന്റെ ആൻസർ IMF. UNDP, വേൾഡ് ബാങ്ക്, ഒക്കെ ഉണ്ട്. ഓപ്ഷൻ IMF ആണ് ഇവിടുത്തെ ആൻസർ. എന്താണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. നമുക്കറിയാം വേൾഡ് ബാങ്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ആണ് മൊത്തത്തിലുള്ള ഇന്റർനാഷണൽ കാര്യങ്ങളുടെ എല്ലാം സാമ്പത്തിക കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇത് ബ്രിട്ടൻ വുഡ്സ് ഇരട്ടകൾ എന്നാണ് ഈ രണ്ട് അറിയപ്പെടുന്നത്. ഇനി ഇത് നിലവിൽ വന്നത് 1945 ഡിസംബർ 27 വാഷിംഗ്ടൺ ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. IMFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ ആണ്. നിലവിൽ 189 മെമ്പേഴ്സ് ആണുള്ളത്. ഇത് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രസന്റ് CEO ആരാണ്? IMFന്റെ ക്രിസ്ത്യൻ ലെഗാർദെ ആണ് പ്രസന്റ് CEO. ക്രിസ്ത്യൻ ലെഗാർദെ. എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ? 189 മെമ്പേഴ്സ് ആണുള്ളത്. വാഷിംഗ്ടൺ ആണ് ഇതിന്റെ ആസ്ഥാനം. ഓക്കെ, ദ ഫസ്റ്റ് ഡിജിറ്റൽ വില്ലേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഫസ്റ്റ് ഡിജിറ്റൽ വില്ലേജ് ഏതാണ്? ഓപ്ഷൻ A അഗോദര, C ഗുഡ്ഗാവ്, D ഇബ്രാഹിംപൂർ, D എറണാകുളം. ഓപ്ഷൻ A ആണ് ആൻസർ, അഗോദര ഗുജറാത്തിലുള്ള ഒരു വില്ലേജ് ആണ്. ഇതാണ് ഫസ്റ്റ് ഡിജിറ്റൽ വില്ലേജ്. ഇനി ഇതിന്റെ പ്രത്യേകതകൾ ആദ്യം നോക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് ഡിജിറ്റൽ വില്ലേജ് ചോദിച്ചാൽ അത് അഗോദരയാണ്. എന്നാൽ ചോദിക്കുകയാണ് ഇന്ത്യാസ് ഫസ്റ്റ് ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് ഏതാണെന്ന്, എങ്കിൽ അതിന്റെ ആൻസർ പൊന്നാനിയാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി വില്ലേജ് ഓഫീസാണ് ഫസ്റ്റ് ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് ഇന്ത്യയിലെ. ദെൻ ഫസ്റ്റ് ISO സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ് ചോദിച്ചാൽ, അത് മലപ്പുറത്താണ്, കാവന്നൂര്. ഓക്കെ, അപ്പോൾ സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ് കാവന്നൂര്. ഫസ്റ്റ് ഡിജിറ്റൽ ട്രൈബൽ കോളനി ചോദിച്ചാൽ അതും മലപ്പുറത്താണ്, അത് നെടുംകയാണ് ഫസ്റ്റ് ഡിജിറ്റൽ ട്രൈബൽ കോളനി. അടുത്തത് ഫസ്റ്റ് ഓൺലൈൻ ബില്ലിംഗ് ട്രഷറി ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ട്രഷറിയാണ് ഫസ്റ്റ് ഓൺലൈൻ ബില്ലിംഗ് ട്രഷറി. ഓക്കെ, ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഡിജിറ്റൽ വില്ലേജ് അഗോദരയാണ്. ഇന്ത്യാസ് ഫസ്റ്റ് ഡിജിറ്റൽ വില്ലേജ് ഓഫീസ് പൊന്നാനിയാണ്. ഫസ്റ്റ് ISO സർട്ടിഫൈഡ് ഹൈടെക് വില്ലേജ് ഓഫീസ് കാവന്നൂരാണ്. ഫസ്റ്റ് ഡിജിറ്റൽ ട്രൈബൽ കോളനി നെടുങ്കയം. ഫസ്റ്റ് ഓൺലൈൻ ബില്ലിംഗ് ട്രഷറി കാട്ടാക്കടയാണ്. അടുത്തത്, A computer used by people who travel from one place to another is dash. A supercomputer, B workstation, C ലാപ്ടോപ്പ്, D ഡെസ്ക്ടോപ്പ്. ഈ ഒരു ആൻസർ നല്ല ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ലാപ്ടോപ്പ് ആണ് ഇതിൻ്റെ ആൻസർ. അതായത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറാണ് ലാപ്ടോപ്പ്. ഇനി പാം ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പാം ടോപ്പ് ആണെങ്കിൽ നമ്മുടെ പാമിനകത്ത് ഒതുക്കാൻ പറ്റുന്നതാണ്. അടുത്തത് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുടെ ഇതിനകത്ത് നോക്കാം. കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കാൾഡ് ഡേറ്റ. കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അതായത് എന്തൊക്കെ ഫാക്ട്സ് ഉണ്ടോ ഫിഗേഴ്സ് ഉണ്ടോ അതിനെയെല്ലാം നമ്മൾ ഡേറ്റ എന്ന് പറയും. ഇനി ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ഫാക്ട്സിനെയും ഫിഗേഴ്സിനെയും പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഡേറ്റയാണ് ഇൻഫർമേഷൻ. നമുക്കറിയാം എന്ത് കാര്യം നമുക്ക് കിട്ടിയാലും അത് ഡേറ്റയാണ്. പക്ഷെ അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന
കുറച്ച് കാര്യങ്ങളാണ് കറക്റ്റ് ഇൻഫർമേഷൻ. ഇത് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഡേറ്റ, then processed data is called information. The way that computers manipulate data into information is called processing. അതായത് നമ്മൾ ഡേറ്റയിൽ നിന്നും ഇൻഫർമേഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ ആ രീതിയെ പറയുന്നതാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഡേറ്റ ഉണ്ട്. ആ ഡേറ്റയിൽ നിന്ന് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് കുറച്ച് ഇൻഫർമേഷൻ എടുക്കും. അങ്ങനെ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്? പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ ഈസ് കാൾഡ് പ്രോസസ്സ്. അതായത് ഒരു പ്രോഗ്രാം അതിൻ്റെ എക്സിക്യൂഷൻ, അതായത് റണ്ണിങ്ങിലാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? പ്രോസസ്സ് എന്ന് പറയും. എ പ്രോഗ്രാം വെറുതെ ഇരിക്കുന്നെങ്കിൽ അതിനെ പ്രോഗ്രാം എന്നും, അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എക്സിക്യൂഷനിലാണെങ്കിൽ അതിനെ പ്രോസസ്സ് എന്നും പറയും. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യണം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക് യു.